നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ സുവർണ ജോഡി ആഷിഖ് അബുവും റിമ കല്ലിങ്കലുമായിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിലെ അതിഥികൾ. ഇരുവരുമായിട്ടുള്ള സംഭാഷണം വർത്തമാനം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ആഷിഖിൻ്റെ ഗാങ്സ്റ്റർ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആഷിഖിന് വളരെ കംഫർട്ടബിളായ ആഷിഖിൻ്റെ കൂടെയുള്ള പറയുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ആഷിഖ് അതിൻ്റെ ആ ക്രൂവിന് രൂപം നൽകിയത്, കാസ്റ്റ് ചെയ്തത്. അതൊരു സാഹസികമായിട്ടുള്ളൊരു പരീക്ഷണമാണോ? ആ ഒരു പരീക്ഷണം എല്ലാ കാലത്തും വിജയിക്കണമെന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ തടിയനെ ഇൻവെർട്ടർ കോമ വില്ലനായിട്ട് കൊണ്ടുവരുന്നു. അതൊരു എന്താ പറയുക, ഒരു പക്ഷേ നിലവിലുള്ള ചില ചേരുവകളെ പരിപൂർണമായി നിഷേധിക്കാനുള്ളൊരു തുറയാണോ? അതേ ഒരു അപകടം പിടിച്ച കളിയായിരുന്നു. അല്ല, ഞാൻ ഒട്ടും സേഫായിട്ട് കളിക്കാറില്ല. അപ്പോൾ അതാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റും. ഇത് ആരെയും വെല്ലുവിളിക്കാനോ ആരെങ്കിലും മനഃപൂർവ്വം അതല്ല ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാനോ അല്ല. ഇത് ഒരു ഫിലിം മേക്കറുടെ എക്സൈറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ആൻറ്റോ എന്ന് പറയുന്ന ക്യാരക്ടർ വേറെ ആൾക്കാർക്കും ചെയ്യാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് തലയിൽ ഒബേ എന്നുള്ളൊരു ടാറ്റു ചെയ്തിട്ടുള്ള ശേഖറിനെയാണ്. ശേഖർ ഒരു കുട്ടിത്തം വല്ലാണ്ടുള്ളൊരു ഫേസാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വില്ലൻ ക്യാരക്ടർ, ഒരു നെഗറ്റീവ് ക്യാരക്ടർ ശേഖർ പ്ലേ ചെയ്താൽ നന്നാവുന്നുള്ള നമ്മളൊരു എക്സൈറ്റ്മെൻറ്റാണ്. എനിക്ക് ശേഖർ അഭിനയിക്കുന്ന കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം. ചിലർ പറയുന്നത് കോസ്റ്റ് കുറയ്ക്കാനുള്ള ആഷിഖിൻ്റെ വലിയൊരു തന്ത്രമാണ് അതെന്ന് പറയുന്നത്. അല്ല, ഞാൻ ആക്ടേഴ്സിൽ അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഈ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലാണ്. എൻ്റെ ആർട്ട് ഡയറക്ഷനിൽ പൈസ മുടക്കിയിട്ടുണ്ട്, അതിൻ്റെ 2D ആനിമേഷനിൽ പൈസ മുടക്കിയിട്ടുണ്ട്. നമ്മൾ ഫിൻലൻഡിൽ നിന്ന് പുറത്തുനിന്നുള്ള ടെക്നീഷ്യൻസിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വേറെ കാര്യങ്ങളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സത്യമാണ്. ഇത് ഞാനും കൂടെ കേൾക്കാൻ വേണ്ടി ആഷിക്ക് പറഞ്ഞ കേട്ടോ. എനിക്കത് അപ്പോഴേ പിടികിട്ടി. വലിയ ബുദ്ധിമാനാണെന്നുള്ള കാര്യം. കാരണം എനിക്ക് ഒരു സൂപ്പർ സ്റ്റാർ ഓൾറെഡി ഉണ്ട്. സൂപ്പർ സ്റ്റാർ ഇസ് ദെയർ. മമ്മൂക്ക ഓൾറെഡി ഉണ്ട്. ഇനി മമ്മൂക്കാനെ കവർ ചെയ്യുന്ന ഒരു ആക്ടർ ആവശ്യമില്ല നമുക്ക്. അങ്ങനെ ഒരു വലിയ എന്താ പറയുന്നത്. പിന്നെ പലപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് 4 ലൊക്കേഷനുകൾ കവർ ചെയ്യാനുണ്ടായിരുന്നു. മമ്മൂക്കാടെ ഡേറ്റ്സ് നോക്കണം, ഇനി വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ അവരുടെയും കൂടെ ഡേറ്റ്സ് നോക്കണം. ജാനുവരിയിൽ ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമ ഏപ്രിലിൽ റിലീസിനെത്തിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് സഹായമായിട്ട് വരും. കാരണം പിന്നെ പുതിയ ആക്ടേഴ്സ് വരട്ടെ എന്നുള്ള. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു, ആ ഇരിക്കാൻ നിദാനമായിട്ടുള്ളൊരു വിഷ്വലിലേക്ക് നമുക്ക് പോകാം. താരദമ്പതികളാകാൻ തയ്യാറെടുക്കുന്ന ഇരുവരും ചേർന്ന് 10 ലക്ഷം രൂപയുടെ ചെക്ക് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് PG ആനിക്ക് കൈമാറിയത്. ഒരുപാട് പേര് നമുക്ക് ചുറ്റും കഷ്ടപ്പെടുന്നവരായിട്ടുണ്ട്, വേദന തിന്ന് കഴിയുന്നവരായിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്വാസം എത്തിക്കാൻ എന്തെങ്കിലും തരത്തിലൊരു സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞാൻ. സ്ത്രീധനം മേടിച്ചില്ലല്ലേ? സ്ത്രീധനം ഇനി വാങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അടുത്തൊരു പടം കൊണ്ട് എടുക്കുമ്പോൾ മിക്കവാറും സ്ത്രീധനം മേടിക്കാനുള്ള സാധ്യത. 10 ലക്ഷം രൂപ ആഷിക്ക് ഒരു പക്ഷേ മലയാളി നല്ലതൊന്നും അംഗീകരിക്കുന്നില്ല, മലയാളി വളരെ സിനിക്കലാണ് എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിൽ പോലും മലയാളം മീഡിയയെക്കുറിച്ച് വളരെ സെൻസേഷനിലാണ്. പ്രത്യേകിച്ച് ടെലിവിഷൻ മീഡിയ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വേറെ പെരുമ്പറ മുഴക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരെ പഴിക്കുമെങ്കിൽ പോലും ഞങ്ങൾ എത്ര നല്ല രീതിയിലാണ് ആ മെസ്സേജ് കൈകാര്യം ചെയ്തത്. ഉറപ്പായിട്ടും ഇത് തീരെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുകയും എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ഇപ്പോൾ രാജീവാണ് അത് പറഞ്ഞത്. ഇത് 4 പേര് അറിയണം. കാരണം ഇത് ആർക്കെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ആവട്ടെ. നിങ്ങളിത് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഫാഷനായിട്ടെങ്കിലും ഇത് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ സംഭവിക്കുകയും ചെയ്തു. രാജീവ് തന്നെ പിന്നീട് പറയണ്ടായി. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെ നടത്തിയത്. സാധാരണ എൻ്റെ വാപ്ചി ജോലി തരുന്നത് ജനറൽ ഹോസ്പിറ്റലാണ്, ഞാൻ പഠിച്ച മാറേസ് കോളേജിലാണ്. ഒരു മതിലിൻ്റെ ഒരു റോഡിൻ്റെ വ്യത്യാസമുള്ളവർ. അപ്പോൾ ഈ ഓങ്കോളജി വാർഡും അവിടെയുള്ള പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്. പക്ഷേ എന്നാലും ചില ദോഷിക ദൃക്കുകൾ പറഞ്ഞ ആഷിക്കും റിമയൊക്കെ കൊടൈക്കനാലിൽ ഗംഭീര പാർട്ടി നടത്തിയിട്ട് ഒരുപാട് പൈസ പൊടിച്ചു എന്നൊരു ആൾക്കാർ പറഞ്ഞു. അതാരണത് വിളിക്കാത്ത ആൾക്കാരായിരിക്കും പറഞ്ഞു. വിളിക്കാത്ത ആൾക്കാരായിരിക്കും. അല്ല, ഞങ്ങൾ എന്താ പറയുക, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം. പങ്കെടുത്ത ഒരാളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇങ്ങനെ ആർഭാടം വേണ്ടതില്ലെന്നൊക്കെ ആഷിക്കും റിമയൊക്കെ പറയും. പക്ഷേങ്കിൽ എന്നെ ആ സമയത്ത് തന്നെ ഒരാളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പത്രക്കാരിങ്ങനെ വലിയ കൊമ്പത്ത് കയറ്റി നടക്കല്ലേ,
ഇപ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ ആഷിഖ് റിമൈ മാത്രമല്ലേ ഉള്ളൂ. ഒരു കലാകാരനാണ് പറഞ്ഞു കേട്ടോ. പക്ഷേ അവർ കൊടൈക്കനാലിൽ പാർട്ടി നടത്തി എത്ര രൂപ പൊടിച്ചു എന്നുള്ള കാര്യം ബ്രിട്ടാസിന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറയും എനിക്കറിയില്ല, എന്നെ വിളിച്ചിരുന്നില്ല. വേണമെങ്കിൽ അടുത്ത ഒരു പാർട്ടിക്ക് എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ അവരോട് വേണമെങ്കിൽ അഭ്യർത്ഥിക്കാം എന്ന് പറഞ്ഞു ഒഴിച്ചു മാറി. അല്ല, ഞാൻ ചോദിക്കുന്നത് ആശയ്ക്കിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞങ്ങളുടെ ഒക്കെ റിലേറ്റീവ്സിന് ഇപ്പോഴും ഞങ്ങളോട് വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും വിളിച്ചൊരു പാർട്ടി കൊടുത്തില്ല. ഇപ്പൊ രമ്യൊക്കെ പറയുന്നത് തന്നെയാണ്. അപ്പൊ ഞങ്ങള് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഒരു അല്ലല്ല അതല്ല പറയുന്നത്. ഞങ്ങള് 2 ഇൻഡിവിജ്വൽസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഞങ്ങളുടെ ലൈഫിൽ, ദാറ്റ് വി വിൽ ഞങ്ങൾ ഒന്നിക്കും എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കൂടി അത് ആഘോഷിക്കുന്നതും ഒരു 19 കോടി മുടക്കി ആർഭാടം കാണിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങളുടെ ലവ് സെലിബ്രേറ്റ്. ഞാൻ മറ്റു പല കാര്യങ്ങളിലും ഭാവി കാണുന്നുണ്ട്. ആഷിക്ക് പല സഹായം ചെയ്തു, പക്ഷെ അവസാനം ഇപ്പൊ നോക്കിക്കോളൂ, വേണമെങ്കിൽ അങ്ങോട്ട് ഉപദേശിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തും. ഒരു മൈൻഡിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം, യങ്സ്റ്റേഴ്സ് നിങ്ങളെ രണ്ടുപേരെയും കാണുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ തലമുറയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിനിമയിലുള്ള മെയിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 വ്യക്തികളായിട്ടാണ്. റിമയുടെ ഒരു സൈഡ് ഓഫ് ഒരു ആക്ടിങ് സൈഡിലാണെങ്കിലും എഴുതുന്ന ക്യാരക്ടേഴ്സിലാണെങ്കിലും ഭാഗമാവുന്ന സിനിമകളിലാണെങ്കിലും ആഷിക്കാണെങ്കിൽ അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യണു. കൂടുതലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നിങ്ങൾ രണ്ടുപേരും എടുത്തൊരു തീരുമാനമാണോ അതോ അത് വന്നു ചേർന്നാണോ? ലൈക്ക് ഞാൻ ചോദിക്കാൻ കാരണം, ചില കാര്യങ്ങൾ സിനിമയിൽ നമുക്ക് ഡിസൈൻ ചെയ്താൽ നടക്കില്ല, തന്നെ അത് ഡിസൈൻഡ് ആയി പോകുന്നതാണ്. അപ്പം ഇത് നിങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണോ അല്ലേ? ആര് മറുപടി പറയും? അല്ല, ഡെഫിനറ്റ്ലി അതൊരു എടുത്ത തീരുമാനം തന്നെയാണ്. അല്ലെങ്കിൽ ഇറ്റ് വാസ് വെരി ഈസി, എന്ത് വേണമെങ്കിൽ ചെയ്യായിരുന്നു. ഐ മീൻ കോംപ്രമൈസ് ചെയ്ത് ഇപ്പോൾ ഇതൊരു പ്രൊഫഷൻ മാത്രമാണ്, ഇതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഒക്കെ നമ്മൾ മാറ്റി നിർത്തി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യണ്ട എന്നുള്ളത് വളരെ ബോധപൂർവം എടുത്ത ഒരു ഡിസിഷൻ തന്നെയാണ് എൻ്റെ സൈഡിൽ നിന്നും. ആൻഡ് ഐ എം വെരി ഷുവർ ആഷിഖിൻ്റെ സൈഡിൽ നിന്നും അത് തന്നെയാണ്. ആഷിഖ്, ഈ നമ്മളിപ്പം ഒരു സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളും പ്രതിപാദനങ്ങളും പല ആർട്ടിസ്റ്റിക് സമൂഹങ്ങൾ നടക്കാറുണ്ട്. ഒരുപക്ഷെ ഈവൻ അമേരിക്കയിൽ പോലും ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ട് പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന അവിടുത്തെ കലാസമൂഹമാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രോഷമൊക്കെ പതഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ള കലാകാരന്മാരുടെ മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ അവാർഡ് ദാന ചടങ്ങുകൾ. ഇപ്പം ഓസ്കർ പോലും ഇതിനുള്ള വേദിയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഈ കലാകാരന്മാരുടെ ശബ്ദം ഇങ്ങനെ ഇല്ലാതായി നേർത്ത് ഒരു കണക്കിന് ഒരു രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കലാകാരൻ മാറി. അത് പാടില്ല, നിഷിദ്ധമായി. ഇതിൻ്റെ കുറ്റം ആർക്കാണ് യഥാർത്ഥത്തിൽ? കലാസമൂഹത്തിനാണോ അതെയോ സമൂഹത്തിനാണോ മറ്റുള്ള ആൾക്കാർക്കാണോ? അല്ല, റെസിസ്റ്റൻസ് ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ നൂതന ആശയങ്ങൾക്കോ അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങൾക്കോ അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾക്കോ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസിൽ നമ്മൾ പിന്മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കലാകാരൻ്റെ ധർമ്മം അതല്ല. റെസിസ്റ്റൻസ് ഉണ്ടാവും, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ പതറാതെ നിൽക്കുന്നു. ഇനിയും ഞങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കലാകാരന്മാരുടെ ഒരു കൂട്ടം തന്നെ ഇവർ പ്രതികരിക്കാത്തവരായി പോകുന്നുവെന്ന് ബ്രിട്ടാസ് പറഞ്ഞ പോലെ തന്നെ അവരെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയാൽ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള, ഇപ്പം ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയ വിജയമായിരിക്കും. അപ്പോൾ മാറ്റങ്ങളുണ്ടാവും, ഉറപ്പായിട്ടും മാറ്റങ്ങളുണ്ടാവും തന്നെയാണ്. എന്നുവെച്ചാൽ പഴയ പോലെ അല്ല. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി തന്നെ കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് തരത്തിൽ ഒരുപാട് മാറി. അപ്പോൾ കലാകാരന്മാരുടെ മുന്നോട്ടുള്ള എല്ലാ തരത്തിലുള്ള വിഷൻസിനെയും കാലം തന്നെ അതിന് മാറ്റങ്ങളുണ്ടാക്കും. ഉറപ്പായിട്ടും അത് തന്നെ സംഭവിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് കലാകാരന്മാർ നമുക്ക് അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഈ ഒരു നോഷൻ മാറ്റിയെടുക്കാൻ, അതായത് ആ കലാകാരന്മാർ അഭിനയിച്ചാൽ അല്ലെങ്കിൽ അതിൽ നിന്നാൽ മതി, അതിൻ്റെ പുറത്തേക്ക് വരരുത് എന്നുള്ളത് മാറ്റിയെടുക്കാൻ നമ്മളും
ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി, ചെറിയ കാര്യമൊന്നുമല്ല. ബിക്കോസ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആഷിഖിൻ്റെ അടുത്ത് പറയായിരുന്നു, ഒരു വളരെ മുതിർന്നൊരു ലേഡി, എൻ്റെ ഒരു ഫോളോവർ, ഐ മീൻ ഫേസ്ബുക്കിൽ, അവർ അതിലിട്ടിട്ടുള്ള ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, ഐ വുഡ് വോണ്ട് മൈ ഡോട്ടർ ടു ഗ്രോ അപ്പ് ലൈക്ക് യു എന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഞാൻ ചെയ്യുന്നൊരു കാര്യം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടിയെ, ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ ഓരോരോ കാര്യങ്ങളും എന്ന് ഒരു ബോധം നമുക്കും ഉണ്ടാവണം ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ പബ്ലിക് ഫിഗർ. അല്ല റിമ, അപ്പം ഈ പെൺകുട്ടികളിലെ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച്, അവരുടെ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന ഒരു ഘട്ടമാണിത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞ സ്ത്രീ പീഡനത്തിനെതിരെ ഇത്രത്തോളം രോഷം ഉയർന്നിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടാകില്ല. എങ്കിലും പീഡനത്തിൻ്റെ എണ്ണത്തിലൊന്നും പ്രത്യേകിച്ച് കുറവില്ലെങ്കിൽ പോലും വലിയൊരു വിഭാഗം സ്ത്രീകൾ അത് അവെയറായിക്കൊണ്ടിരിക്കുകയാണ്. അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, അതിനെ പ്രതിരോധിക്കേണ്ടതാണ്, അതിനെ ഫൈറ്റ് ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ധാരണ വരുന്നുണ്ട്. ആ ജങ്ചറിലൊക്കെ എപ്പോഴും ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ ആർട്ടിസ്റ്റ്. സാധാരണ കൺവെൻഷണൽ രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തെളിക്കുന്ന ഒരു തെരുവെളിച്ചത്തിന് വലിയൊരു ഇടിമിന്നലിൻ്റെ വെളിച്ചമുണ്ടാകാം. തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൻ്റെ ശബ്ദവും ഉണ്ടാകാം. അത് വേണമെങ്കിൽ റിമയെ പോലുള്ള ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിന് ഞങ്ങളുടെ വക ഒരു ക്ലാപ്പ്. ഇതിനൊക്കെ ചിലവുണ്ട് കേട്ടോ. ആരെങ്കിലും നോട്ട് ചെയ്യണ്ടോ? ഞാനിത് പറഞ്ഞാൽ പോലും ചെലവ് ചെയ്യാത്ത 2 ഇനങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞു വെച്ചിട്ട് എന്നല്ലേ ആൾക്കാർ പറയണേ, എനിക്കറിയില്ല. ഓണയർ ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവൻ നാണമില്ലാതെ ഇവൻ ചോദിച്ചല്ലോ എന്ന് വേണമെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അവിയൽ ബാൻഡിനൊരു പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലേ? ഉണ്ട്. അത് അവിയലിൻ്റെ ആദ്യത്തെ ആൽബം തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആൽബം. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ അതിനെപ്പറ്റി സംസാരിച്ചുള്ളത്. ഈ അവിയലിൻ്റെ ഷോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് മറൈൻ ഡ്രൈവിൽ എന്ന ഒരു ഷോ കാണുമ്പോഴേക്കും ഞങ്ങൾ നേരിട്ട് കാണാൻ അങ്ങനെയുള്ള അപൂർവം സമയങ്ങളിലായിരുന്നു. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പൂജയ്ക്ക് അവിയലിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായി ആഷിഖിനെ കോൺടാക്ട് ചെയ്യുന്നത് ഇൻ ഫേസ്ബുക്ക്. ലോഞ്ചിന് അവിയൽ പെർഫോം ചെയ്യുന്നുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാൻഡാണ്, പക്ഷെ ഐ കാൻ മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. ആദ്യം ട്രിഗർ ചെയ്തത് എന്ത് ട്രിഗർ ചെയ്യുന്നത്? ഈ അവിയൽ ബാൻഡിനെ കുറിച്ച് ഫേസ്ബുക്കിൽ. അതായത് എനിക്ക് പിടികിട്ടിയല്ലേ, ഇത് ചോദിക്കണ്ട ആഷിഖിനെ രക്ഷപ്പെടുത്തിയാൽ ഈ ജോൺ ബ്രിട്ടാസിനെ കൊണ്ട് തോറ്റു. അത് ശരി, ഞാൻ ജയിപ്പിച്ചേരാന്നാൽ ജയിപ്പിക്കാം. ആഷിഖ്, അതായത് ഈ അവിയൽ ബാൻഡിൻ്റെ പെർഫോമൻസ് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഉദ്ഘാടനം എന്താണ് മറ്റേ സ്വിച്ച് ഓൺ പൂജാകർമ്മത്തിലുണ്ട് എന്നുള്ള വിവരം ആഷിഖ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു അല്ലേ? പ്രത്യേകിച്ച് റിമയ്ക്ക് ഒരു മെസ്സേജും അയച്ചിട്ടുമില്ല. പക്ഷെ റിമ കൃത്യമായിട്ട് ആഷിഖിന് അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. അല്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് വന്നു. പിന്നീട് ഇവർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയിച്ചു, ഇവിടെ എറണാകുളത്ത് വീണ്ടുകൊണ്ട് വരാൻ പറഞ്ഞു. അത് നെഞ്ചിൻ കൂടിൻ്റെ ഉള്ളിലേക്കുള്ളൊരു വരവായിരുന്നു. ഒന്നൊന്നര വരവായി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ അവിടെ പോലും അല്ലായിരുന്നു. പല വരവുകളും അങ്ങനെയാണ്, കാര്യം അറിയില്ല. അതാണ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഭീകരത തിരിച്ചറിയൂ. മെസ്സേജ് അയക്കുന്നു, റിമ വരുന്നു അല്ലേ? അല്ല, ഞാൻ ഈ അവിയൽ ബാൻഡിന്റെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞതാണ്. ഞാൻ ദ ഫസ്റ്റ് സംസാരം അവിയൽ ബാൻഡിനെ കുറിച്ചായിരുന്നു എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇറ്റ് വാസ് എ ട്രിവിയ. നിങ്ങളുടെ TRP റേറ്റിംഗ്സ് കൂടട്ടെ. ഇത് കാണിച്ചത് വേറെ എന്തിനു വേണ്ടിയാണ്? ഞങ്ങള് ചാടിക്കേറിയത് പറയും ചെയ്തു. ഇത് അല്ല, ക്ലിപ്പ് കാണിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അവിയൽ ബാൻഡിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയും ഈ അവിയൽ ബാൻഡിന് മറക്കാൻ പാടില്ല, ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാധനമാണ്, ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. കറക്റ്റല്ല ഉത്തരം. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുകയുള്ളൂ, അതിനകത്തൊരു ഉത്തരമുണ്ട്. നിങ്ങൾ തന്നെ ഞോണ്ടിയെടുത്തിട്ട് പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി എവിടെയോ വർക്കൗട്ട് ചെയ്തിരുന്നല്ലേ? ആഷിഖ് കൃത്യമായിട്ട് നിരീക്ഷിച്ചിരുന്നല്ലേ റിമേ?
പിന്നെ ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ടും എനിക്ക് ഋതു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഋതുവിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് റിമയ്ക്കും ആസിഫിനുമാണ്. ഈ രണ്ടുപേരെയും ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു. പിന്നീടുള്ള സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഈവൻ സോൾട്ട് ആൻഡ് പെപ്പർ ഇറങ്ങിയ സമയത്ത് അത് വിശ്വസിച്ചില്ല. ഞാൻ വിശ്വസിച്ചില്ല. അത് അവളോട് തന്നെ ചോദിച്ചു നോക്ക്. പിന്നീടുള്ള ശ്യാമിൻ്റെ ഋതു കണ്ടു, റിമയുടെ അഭിനയത്തെക്കുറിച്ച് വലിയൊരു മതിപ്പ് തോന്നി അല്ലേ? പിന്നീട് റിമ അഭിനയിച്ച മറ്റ് സിനിമകളൊന്നും അധികം കണ്ടിട്ടില്ലായിരുന്നു. അധികം ഞാൻ കണ്ടിട്ടില്ല. കാണാൻ താല്പര്യപ്പെട്ടില്ല. മുമ്പാണ് സിറ്റി ഓഫ് ഗോഡ് കാണുന്നത്. അതെ, 20 ചെയ്യണതിന് മുമ്പാണ് ഞാൻ DVD-യിൽ. പക്ഷെ ഋതു കണ്ടപ്പോൾ തന്നെ ഒരുപക്ഷെ ആഷിക്കിനെ എടുക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു സിനിമയിൽ റിമ ഉണ്ടായിരിക്കണമെന്ന് എവിടെയെങ്കിലും? അയ്യോ, ഞാൻ അന്നും എനിക്ക് 20 എന്നുള്ള പ്ലാനേ ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും മിഡിൽ ഓഫ് ബ്ലാങ്കറ്റിൽ അടിച്ചില്ല അന്നും? അടിച്ചിട്ടില്ല. 20 വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രോജക്റ്റാണ് ശരിക്കും. ശരി, നമുക്ക് വേറൊരു ട്രാക്ക് കയറി പിടിക്കേണ്ട സമയമായിരിക്കും. ഇതൊരു സിനിമ പോലെ വേറൊരു ട്വിസ്റ്റിലേക്ക് പോകും. പൊന്നിയോടൊരു കാര്യം ചോദിക്കാനുള്ളത്, നീ കുഞ്ഞുനാളിൽ തന്നെ ഒരു കാര്യവും പാചകമായാലും വീട്ടിലെ ജോലിയായാലും ഒന്നും ചെയ്യാറില്ല, ഞാൻ നിർബന്ധിക്കാറുമില്ല. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്, ആഷിക്ക് ഒരു കറിയെങ്കിലും ഉണ്ടാക്കി നീ ചെയ്ത് എനിക്ക് തരണം, പഠിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ അമ്മ പഠിപ്പിച്ചായിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞു തന്നിരുന്നു. അത് നീ ചെയ്ത് കൊടുത്തോ? ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അമ്മ ചോദിച്ചത്. ഇനി ഞാൻ ഒരു സത്യം പറയാം. ഈ അഭിമുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആഷിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ എടുത്തോളൂ. ഇല്ല കണ്ടോ, അവിടെ അപ്പോൾ കറി വെച്ചോ? സത്യം പറ, ഇതുവരെ വെച്ചിട്ടില്ല. വെച്ചോ? ഇല്ല. അന്ന് വെച്ചു. വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും കാലമായിട്ട് അമ്മ ഒരു 2 കറി എന്നാണ്, ചിക്കൻ കറിയും ഫിഷ് കറിയും. മീൻ കറി മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ ഒന്ന് കൂട്ടിച്ചേർത്തു. അമ്മ ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇംപ്രവൈസേഷൻ അവിടെ നടത്തി. ചിക്കൻ കറി എന്ന് പറഞ്ഞു. ചിക്കൻ കറിയും മീൻ കറിയും വെപ്പിക്കാൻ പഠിപ്പിച്ചിട്ടാണ് ആഷിഖിന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണം എന്ന് പറഞ്ഞത്. അല്ല, വെച്ച ശേഷം അടുത്ത് യാഷി 2-3 പ്രാവശ്യം ഇത് സൂചിപ്പിക്കുകയുണ്ടായപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ അതെങ്ങനെയാ പരിപാടി, നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഗാങ്സ്റ്ററിന്റെ ഇടയിൽ പെട്ട് എന്തായാലും ഈ അഭിമുഖം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒരു ചിക്കൻ കറി വെച്ച് കളയാ. ഓൾറെഡി അവിടെ മീൻകറി ഉണ്ട്. വേറൊരു ദിവസം. എന്നാലും വേറെ ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കരുത് കേട്ടോ. ഓക്കെ, ശരി. എൻ്റെ മൂന്നാറുള്ള സ്ഥലത്തായിരുന്നു ഈ ആഷിക്കും കംപ്ലീറ്റ് ടീം. ആഷിക്കിൻ്റെ കംപ്ലീറ്റ് സംഘവും അവിടെയായിരുന്നു. എനിക്ക് നിർഭാഗ്യവശാൽ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ അന്ന് റിമ വന്നിരുന്നു. 22 ഫീമെയിൽ കോട്ടയം എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വന്നത്. എനിക്ക് റിമ പിറ്റേ ദിവസം അവിടെ നിന്ന് പോയി. പക്ഷേ ആഷിക്കും ഫുൾ ടീമും അവിടെ അടുത്തൊരു പടത്തിൻ്റെ സ്റ്റോറി ഡിസ്കഷനുമായിട്ട് അവിടെ കുറേ ആളുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഈ പ്രേമബന്ധം ഉണ്ടോ? അല്ലെങ്കിൽ ആ സമയത്ത് റിമയായിരിക്കും തൻ്റെ ഭാവി വധു എന്ന് ആഷിഖിൻ്റെ മനസ്സിലുണ്ടോ, റിമയുടെ മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ ആഷിഖിനെ വിവാഹം കഴിക്കും? കാരണം ഇത് ഞാൻ അറിഞ്ഞില്ലേ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓടിയെത്തിയാണ്. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് അറിയുന്നത് നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്നുള്ളത്. അപ്പം അതൊന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാം. അറിയാത്ത ഭാഗ്യം, അത് കലക്കാൻ വന്നേനെ. ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. അത് ബാബുവേട്ടനുള്ള മറുപടിയാണ്. കാരണം ഇത്രയധികം ടെൻഷൻ ആ കാര്യത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, പുള്ളി അറിയിക്കാതെ ഇങ്ങനെ ഓപ്പറേഷൻ നടത്തിയല്ലോ എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ വളരെ ഈസി ആയിട്ട് വീട്ടിൽ വന്ന് ആദ്യം വെച്ച് ചിക്കൻ കറിയാണ് പുള്ളി. ഞാനും ബാബുരായും കൂടെ, ഉഗ്രൻ കുക്കാണ് പുള്ളി. ഞാനും ബാബുരായും കൂടെ എൻഫീൽഡിൽ കല്ലൂർ മാർക്കറ്റിൽ പോയി പച്ചക്കറിയും കുറച്ച് സവാളയും കോഴിയൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളിവിടെ ചെന്ന സ്വാഭാവികമായിട്ടും ബാബുരാജ് ചെല്ലുമ്പോൾ ആൾക്കാർക്ക്, ഈ മാർക്കറ്റിലുള്ള ചില ആൾക്കാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം പതിവായിട്ട് ഗുണ്ടയായിട്ട് അഭിനയിക്കുന്ന ആളായതുകൊണ്ട് അവർക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. പക്ഷേ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ, അയാളുടെ അടുത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു. ബാബുവേട്ടൻ്റെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ അപ്പുറത്തെ ഇറച്ചിക്കടയിലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഇവരായിട്ട് സംസാരിക്കും. പുള്ളി വളരെ, അതായത് ഒരു സവാളയോ പച്ചമുളകോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ തക്ക വിവരമുണ്ട് ബാബുവേട്ടൻ.
മറ്റു പല കാര്യങ്ങളിലും വിവരക്കുറവുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ വിവരമുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. ഇല്ലില്ല, നമ്മുടെ തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് വിവരമില്ല എന്നുള്ളത്. പുള്ളിക്ക് നല്ല വിവരമുള്ള ആളാണ്. അത് ആഷിക്ക് തിരിച്ചറിഞ്ഞു. എനിക്കത് പക്ഷെ അത്ര വിവരമില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പം പുള്ളി ഒരു ചോദ്യം ചോദിച്ചത്. 22 അല്ല, അത് പുള്ളിയുടെ ടെൻഷനാണ്. കാരണം ഇത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ടെൻഷൻ. അതായത് ഒരു വാചകം പോലും നീ പറഞ്ഞില്ലോടാ എന്നുള്ള ഒരു പരാതിയും പരിദേവനമാണ്. അതെ, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കാൻ ഇനിയിപ്പോ എന്താന്നുള്ള ആലോചനയിൽ അതൊന്നും അല്ല. നമ്മൾ കുറെ കാലമായിട്ട് കൊണ്ടു നടക്കുന്ന അതായിരിക്കും. ഇനി അങ്ങനെ ഇതിനെ ലഘൂകരിക്കേണ്ട കാര്യമില്ല. ആഷിക്ക് ഈ സെലിബ്രിറ്റി മാരേജസിന് ഒരുപാട് തകരാറുണ്ട്. ഇൻവെർട്ടർ കോമ, അതായത് റൂമർ മോങ്കറിങ്. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞു. അപ്പം നിങ്ങൾ പറയും അയ്യോ താലി കെട്ടിട്ടില്ലോ, അതിന് മുമ്പ് തന്നെ പിരിക്കുന്നത് വേണം ചോദിച്ചേക്കാം. ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരു പക്ഷേ സെലിബ്രിറ്റി ആകുമ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് പ്രൈവസി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു വലിയ റിസ്ക് ഇതിൻ്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് ആഷിക്ക് റിമി രണ്ടുപേരും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും ഒരു പോരായ്മ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റിമിക്ക് ആഷിക്കിനോട് തല്ലുകൂടുന്നൊരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അഥവാ ആ തല്ലുകൂടുന്ന സ്വഭാവം കല്യാണം കഴിഞ്ഞിട്ടൊരു തല്ല് കൂടിക്കഴിഞ്ഞാൽ വേണേൽ ആൾക്കാർ പറയും ഇതെന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. ഇതൊന്നും വേണമെന്നില്ല, അല്ലാതെയും പറയും. ഞാനിതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ ഒരുപാട് ജോലികളുള്ളതുകൊണ്ട് തന്നെയും ഇത് ശ്രദ്ധിക്കാൻ സമയമില്ലെങ്കിൽ ബാബുരാജ് ശ്രദ്ധിച്ചിരിക്കുന്നു. മൂപ്പർ വീണ്ടും വരുന്നു. ഇതെനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇത് നോക്കിക്കോളൂ. ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം സമ്മതിച്ചു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നു, എല്ലായിടത്തും കേൾക്കുന്നു നിങ്ങൾ തമ്മിൽ പിരിയാൻ പോവുകയാണ്, പിരിഞ്ഞു, ഇത് കഴിഞ്ഞാൽ പിരിയും. എന്തെങ്കിലും വാസ്തവമുണ്ടോ അതിനകത്ത്? ഒന്ന് തുറന്നു പറഞ്ഞാൽ കൊള്ളാം. കാരണം നിങ്ങളായിട്ട് നമ്മുടെ സ്ഥലത്ത് വെച്ച് യോജിച്ച ആൾക്കാർ ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ അവർ വിഷമം കൊണ്ട് ചോദിക്കുന്നതാണ്. എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആഷിക്ക്, ഇത് വേറെ ഏതെങ്കിലും മുസീബത്ത് പിടിച്ചോ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ബാബുരാജ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെതായ ഭംഗിക്കെടുക്കുന്നു. അല്ലെ, ഇത് ഇപ്പൊ സ്ഥാനത്തേക്കാണ് ഇപ്പം സ്വന്തം സ്ഥലത്ത് വെച്ച് നമ്മൾ ചോദിച്ചു എന്നുള്ളത് അത് പുതിയ അറിവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ച ഒരാഴ്ചക്കുള്ളിൽ തന്നെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വാർത്തയും വായിക്കും. കാരണം എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത് വായിക്കുക, അത് കളയും, അത്രേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള അങ്ങനെ ഒരു ആഗ്രഹം വേറെ ആർക്കും വേണ്ടതില്ല. അല്ലതാ സമയം ആവുന്ന സമയത്ത് ആയിക്കോട്ടെ. അല്ല ഇപ്പോഴേ ഇങ്ങനെ അതല്ലേ അങ്ങനെ. ആഷിക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരുപക്ഷെ ഏത് തുറയിലും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന അതൊരു ഒക്കുപേഷണൽ ഹസാണ്. അതിനപ്പുറത്തേക്കൊന്നും കാണേണ്ട കാര്യമില്ല. എന്തായാലും ബാബുരാജ് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ച് നിങ്ങൾ വ്യക്തമാക്കി. ബാബു രണ്ടുപേരും വളരെ സന്തോഷവാനായിട്ട് ഇവിടെ ഈ പരിപാടിയിൽ ബാബു ആ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഇനി ഒരാൾക്ക് കൂടി ഒരുപക്ഷെ ഇതുമായി സാമ്യമുള്ള ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നോക്കട്ടെ. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവരുടെ പ്രണയം നടക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോഴും കൂടെയുള്ള ഒരാളാണ്. പണ്ട് ഇവർ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇടി വയ്ക്കുമായിരുന്നു. ഭയങ്കര വലിയ വലിയ ഇടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു ഇടി കാണാൻ കിട്ടിയിട്ടില്ല. അതെന്താണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രണയ തീവ്രത കണ്ട ഒരാളാണ് അല്ലേ? ഏറെക്കുറെ നിങ്ങളുടെ എല്ലാ ചുറ്റിക്കളിയും മൂപ്പർ കണ്ടിട്ടുണ്ടാവും, എല്ലാം അറിയുന്ന ആളാണ്. അവിടെ നിങ്ങൾ നടത്തിയ മുട്ടൻ ഇടികളെ കുറിച്ചും സംഘർഷത്തെ കുറിച്ചും മൂപ്പർക്കറിയാം. അത് കാരണം ലൊക്കേഷനിലാണ് കൂടുതൽ ഇടി നടന്നിട്ടുള്ളത്. 22FK ചെയ്യണ സമയത്ത് ലൊക്കേഷനിൽ എല്ലാവരുടെയും മുമ്പിലാണ് കൂടുതലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പം അതുകൊണ്ടായിരിക്കും അത് പറയണത്. പിന്നെ ഇപ്പോഴുള്ള ഇടിയൊന്നും നമ്മൾ ലൊക്കേഷനിലല്ലല്ലോ, ക്യാമറയ്ക്ക് പിന്നിൽ വീട്ടിൽ വെച്ചാണല്ലോ. അപ്പം അതുകൊണ്ടാണ് അവനെ അറിയാത്തത്. പിന്നെ അത് മാത്രമല്ല, അവൻ വേറെ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നത്. ആഷിക്ക് ഈ റിമ പിണങ്ങിക്കഴിഞ്ഞാൽ എന്താ റിമയുടെ ഒരു സ്വഭാവം? മിണ്ടാതിരിക്കും, അത്രേ മിണ്ടാണ്ടിരിക്കും. അത് നല്ലൊരു ഭാഗ്യമാണല്ലേ. ആഷിക്കോ പിണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും മിണ്ടൂല, കട്ട് ഓഫ്. നല്ലതാ അത്. അപ്പോൾ രണ്ടുപേർക്കും കുറച്ച് പേഴ്സണൽ സ്പേസ് ഒക്കെ കിട്ടി. എത്ര സമയമാണ് ഒരു അടിക്കിടയിലുള്ള ഇടവേള നിശബ്ദത? അത് ആ കാരണത്തിന്റെ ഇന്റൻസിറ്റി പോലെ. സാധാരണ മനുഷ്യന്മാരൊക്കെ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഒരുപക്ഷെ ഒരു ഇടിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ഇരിക്കുന്നത് ജീവിതത്തിൽ? ഞങ്ങൾക്ക് ഇഷ്ടമാണത് ഇടിക്കുന്നത്. പിന്നെ
ചില വലിയ പ്രണയങ്ങൾക്ക് നടന്നുള്ള ഇടിയിലാണ് തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ ശരി അല്ലേ? ഇത് ഇടിയിലൊന്നും നിങ്ങളുടെ പ്രണയം ആരംഭിച്ചു? ഇല്ലല്ലേ അല്ല. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ 22FKയുടെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം ഇവളും അത്രയും പാഷനേറ്റ് ആയിട്ടാണ് അതിന് ആ ക്യാരക്ടറിനെ കണ്ടിരുന്നത്, ഞാനും അത്രയും പ്രഷറിലായിരുന്നു ആ സിനിമയിൽ. ആ ക്യാരക്ടറിൽ ഒരു പക്ഷേ റിമയ്ക്ക് ഒരു നെഗറ്റിവിറ്റി വന്നു പോകുമോ എന്നുള്ളൊരു ആശങ്കകൾ ഉണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായിരുന്നു. അത് വളരെ സൂക്ഷിച്ചാണ്, വളരെ കെയർഫുൾ ആയിട്ടാണ് ആ സിനിമ നമ്മളെല്ലാവരും അതിനെ കണ്ടിരുന്നത്. കാരണം ഒരു ചെറിയ ഒരു അബദ്ധം പറ്റിയാൽ സ്ലിപ്പ് ചെയ്ത് പോകാവുന്ന ഒരു സബ്ജക്റ്റ്. ആഷിക്കിൻ്റെ കയ്യിലും മനസ്സിലും റിമ ഭദ്രമായിരിക്കുമെന്ന് ആ 22K എടുക്കുന്ന സമയത്ത് റിമയ്ക്ക് അറിയാമായിരുന്നു? ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ ഞാൻ ആ മൂവിക്ക് കമ്മിറ്റ് ചെയ്യില്ല. ബിക്കോസ് അത് അത്രയ്ക്കും ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിലൂടെ പ്രണയബദ്ധരാകുന്നത് ആ സിനിമയെ വെച്ചിട്ട്. അതെ അതെ, പ്രണയബദ്ധരായി എന്നുള്ള വിവരം രണ്ടുപേർക്കും മനസ്സിലായ ശേഷമല്ലേ ഈ അടിയിടിയൊക്കെ നടന്നത്? അതെ അതെ, ഞങ്ങൾ അതിനു മുമ്പേ തന്നെ അടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ സിനിമയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറെ കൂടെ ഈ റിമ അതിനെ കണ്ട പാഷനാണ്. ഒരു പക്ഷേ കുറച്ചും കൂടി ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് നിങ്ങളുടെ പ്രണയം കാരണം ആ സിനിമയെ സംബന്ധിച്ച് ഉണ്ടായെന്നാണ് വേണേൽ പറയാം. അല്ല, ഇവള് അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. അത് എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു കുറച്ച് മൂശാട്ട സ്വഭാവം ഉണ്ട്. അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും. കാരണം ക്രിയേറ്റീവും പാഷനേറ്റും ആണ്, അതുകൊണ്ടാണ് അത് തോന്നുന്നത്. അല്ലാതെ വെറുതെ ഒരു അഭിനയിക്കാൻ വേണ്ടി വരുന്ന ഒരു തൊഴിലാളി എന്നുള്ള നിലയ്ക്കല്ല. അപ്പോൾ നോക്കട്ടെ, ഇതുമായിട്ട് ആരാ നോക്കട്ടെ. ഹായ് റിമ, 22FKയുടെ സമയത്ത്, അല്ലെങ്കിൽ ആ സിനിമ തുടങ്ങുന്ന സമയത്ത് അതിലെ സിറിൽ എന്ന് പറയുന്ന കഥാപാത്രത്തിലായിരുന്നു എല്ലാവരുടെയും കോൺസെൻട്രേഷൻ. കാരണം ഫഹദല്ലാതെ വേറെ ആര് ചെയ്യും? ഫഹദല്ലാതെ ചെയ്യാൻ ആളില്ല. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഏതൊരു നായക നടനാണ് തയ്യാറാവുക എന്നുള്ളത്. അതുപോലെ മാത്രമല്ല, ഫഹദ് ആ സമയത്ത് തന്നെ ഒരു ചാപ്പക്കുരിശ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നല്ലൊരു നടനുള്ള പേര് സമ്പാദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പടം തുടങ്ങുന്ന സമയത്തും എല്ലാം ഞങ്ങൾ ഫഹദിലാണ് കൂടുതൽ ട്രിപ്പ് ചെയ്തിരുന്നത്. ഓരോ സീനൊക്കെ കഴിയുമ്പോൾ ഫഹദിനെ ക്ലാപ്പ് ചെയ്യുക, അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് റിമയ്ക്ക് അതിൽ കുറച്ച് വിഷമം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. കാരണം എല്ലാവരും ഫഹദിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ മൊത്തം ടിസ എന്ന കഥാപാത്രത്തിൻ്റെ കൂടെ നിൽക്കുകയും അത് റിമയ്ക്ക് സംസ്ഥാന അവാർഡ് വരെ നേടിക്കൊടുക്കുകയും ചെയ്തു ആ കഥാപാത്രം. ഇതെങ്ങനെയാണ്? ഇതൊരു ആ സമയത്ത് പെട്ടെന്ന് ഒരു വാശിയുടെ പുറത്താണോ, അതോ എങ്ങനെയാണത് ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ പറ്റിയത്? എത്ര ഫ്രാങ്കായിട്ട്, കാൻഡിഡായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അതായത് നിങ്ങളുടെ ക്യാമറമാനാണ്, എന്തായാലും ജോൺ ബ്രിട്ടാസിന് അദ്ദേഹത്തിന് മുകളിൽ വലിയ സ്വാധീനമൊന്നുമില്ല, ഒട്ടുമില്ല. അദ്ദേഹം മനസ്സിൻ്റെ ഉള്ളറിൽ നിന്ന് പറയുന്നതാണ്. ആ സിനിമയുടെ മേക്കിങ്ങിൻ്റെ സമയത്ത് അസ്വസ്ഥയായിരുന്നു. മലയാളം ഞാൻ പറഞ്ഞത് ഇല്ല, ഞാൻ പറയാം, അങ്ങനെ തന്നെ ഇരുന്നോളൂ. അതായത് ഇത് പറഞ്ഞ പോലെ ഫഹദിന്റെ സീൻസ് ആണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് സത്യം പറയാം. പലരും വരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം ഞാൻ ആഷിഖിന്റെ അടുത്ത് പറയുണ്ടായിരുന്നു. അതായത് ഫഹദിന്റെ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു പോർട്രേയലാണ് അതിൽ. അത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു. ഐ മീൻ, ഇത് എങ്ങനെയാണ്, ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ ഫീലിംഗ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ഫിസിക്കലി ഈ പെയിൻ അനുഭവപ്പെടുക, ഒന്നും നമുക്കറിയില്ല. അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണത്. അപ്പോൾ ആഷിഖ് യൂസ് ടു ട്രൈ ആൻഡ് മോൾഡ് ഫഹദിനെ മോൾഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ കാര്യത്തിൽ ഹാപ്പി ആയിരുന്നു, അതുകൊണ്ടൊന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ആഷിഖ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരു കാരണമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പം ആലോചിക്കുമ്പോൾ, ഒരു ഡയറക്ടർ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ആഷിഖ് ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് ഐ വാസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതിൽ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. ആഷിക്ക് വേണ്ട രീതിയിൽ റിമയെ അവിടെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അഭിനയത്തിലല്ല, റിമയുടെ ഒരു മാനസിക അവസ്ഥയെ കുറച്ചും കൂടി ഒരു പരിലാളനയോടെ സമീപിക്കേണ്ടി. അല്ല, എന്താ പറയുക, ആ സിനിമ സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. അതിൻ്റെ ഒരു ഇമോഷണൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. ആ സിനിമ കഴിഞ്ഞിട്ടൊക്കെ അതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ ആ ഒരു പിരിമുറുക്കം ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റിൻ്റെയും ആ സിനിമ കൺവേ ചെയ്ത ഇമോഷൻ്റെയാണത്. കാരണം ടെസ എബ്രഹാമായിട്ട് റിമ അഭിനയിക്കുമ്പോഴും സിറിലായിട്ട് ഫഹദ് അഭിനയിക്കുമ്പോഴും ഭയങ്കര തരത്തിലുള്ള ക്ലാഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ആക്ടേഴ്സിനെയും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ജോലിയായിരുന്നു. സ്വാഭാവികമായിട്ടും ഫഹദ് ആദ്യം കുറച്ച് സംശയിച്ചിരുന്നു ഈ ക്യാരക്ടർ അവൻ ചെയ്യണോ. കാരണം ചാപ്പാക്കുരിശിന് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്പേസ് തുറന്നു കിട്ടിയ ഒരു അവസരത്തിൽ, അതായത് വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിന് ശേഷം
ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് കിട്ടിയിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ അത് അയാളുടെ മുമ്പോട്ടുള്ള കരിയറിനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഫഹദിനുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഫഹദ് അവസാനം ഇത് ഒരു ട്രൈ ചെയ്ത് കളയാം, അത് 100% ഇവർ രണ്ടുപേരും തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ആയിരുന്നില്ല എങ്കിൽ ആ സിനിമ സംഭവിക്കുകയുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ആക്ടേഴ്സ് തമ്മിലുള്ള വലിയൊരു മത്സരം ഉണ്ടായിരുന്നു. അത് അത് തന്നെയാണ് ഉണ്ടായിരുന്നു. അത് രണ്ടുപേരും തമ്മിലുള്ള മത്സരം ഉണ്ടായത് അത് തന്നെയാണ് സിനിമയുടെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രോത്സാഹിപ്പിച്ച മത്സരം അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇമോഷണൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം, എനിക്ക് സിനിമയെ നോക്കണം, രണ്ടും നോക്കണം. പക്ഷേ റിമയോടൊരു സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് അല്ല, എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഇവളെ അപ്പം പ്രോത്സാഹിപ്പിക്കണമെന്ന് തോന്നില്ല. കാരണം ഞങ്ങൾ ആ സമയത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് സിറിലിനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് തോന്നിയത്. കാരണം റിമ കംപ്ലീറ്റ്ലി ഇതിൻ്റെ ആലോചനാഘട്ടം മുതൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ എല്ലാം കൂടെ ഉണ്ട്. വളരെ ക്ലിയർ ആയിരുന്നു റിമയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം. പക്ഷെ ഫഹദ് അതെ, എല്ലാ പ്രോസും എനിക്കാണ്. ഓക്കെ. പക്ഷെ അവിടെ നിങ്ങളുടെ ക്യാമറമാൻ പറഞ്ഞ പോലെ ആ സിനിമയുടെ മേക്കിങ്ങിൻ്റെ സമയത്ത് പിന്നെ വേണ്ട മേക്കിങ്ങിൻ്റെ സമയത്ത് ഒരു നാഗവല്ലിയുടെ രൂപത്തിലായിരുന്നു എന്നാണ്. അല്ലല്ല, ഇവൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ഇത് ചെയ്യണത് ശരിയാണോ. നാഗവല്ലിക്ക് പറ്റിയ മുടിഭാവമൊക്കെ ഉണ്ട് ഇപ്പം. അതുകൊണ്ട് ഒന്നും വേണം വിടർത്തിയിട്ടാൽ വേണമെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെയുള്ള വയലൻസ് ആയിരുന്നില്ല. അതായത് ഈ സംശയങ്ങളായിരുന്നു, ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളാണ്. അത് പ്രത്യേകിച്ച് ആഷിക്ക് പറഞ്ഞ വളരെ വ്യക്തമാണ്. എന്താ കാരണം വെച്ചാൽ ഫഹദിന് ഒരുപക്ഷെ അതിലൊരു നെഗറ്റിവിറ്റി വന്നു പോയാൽ മുമ്പോട്ടുള്ള കുതിപ്പിനെ വല്ലാതെ സിനിമേനെ ബാധിക്കും. ഫഹദിന്റെ ഒരു ഭാവി തന്നെ ഒരുപക്ഷെ വേണമെങ്കിൽ അതെ വഴിമാറിപ്പോയി. അതുപോലെ തന്നെ റിമയുടെ ആ സിനിമ രണ്ട് ഭാഗത്തേക്ക് നീങ്ങാവുന്ന വളരെ നേരത്തെ ഒരു സ്പേസ് ആണത്. ഒരു ഞാണമ്മ കളിയായിരുന്നു. ഫഹദ് ഒരു നെഗറ്റീവായ ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നതിനകത്ത്. അതെ, വില്ലൻ തന്നെയാണ്. അതിന് വേറൊരു ന്യൂ ജനറേഷൻ ഭാവതലം ഉണ്ടായിരുന്നു മാത്രമേ. അല്ല, അതിന് പ്രത്യേകിച്ച് ജനറേഷൻ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള വില്ലന്മാർ മുമ്പ് നമ്മുടെ സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല വില്ലൻ എന്ന് പറയാവുന്നത്. നല്ല വില്ലൻ ഉണ്ടെങ്കിലും ആ വില്ലനെ കുറച്ചുകൂടി ഒരു ക്രവരും കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷേ ഈ വില്ലനിൽ പ്രത്യേകിച്ച് വേറൊരു ഭാവമാറ്റം ഉണ്ട്. ഞാൻ നന്നായി ആസ്വദിച്ച് കണ്ട പടമാണ്. ആഷിഖിനെ വളരെയധികം മനസ്സിൽ അനുമോദിക്കുകയും ചെയ്തിരിക്കുന്നു. താങ്ക് യു. എന്തായാലും റിമ ആ സിനിമയോട് കൂടിയിട്ട് മലയാളത്തിലെ ഒരു സീരിയസ് ആക്ട്രസ്സായി. റിമ എന്നുള്ളതൊരു നടിയാണ് എന്ന്, അല്ലെങ്കിൽ റിമ യഥാർത്ഥത്തിൽ ഒരു നടി എന്ന നിലയിൽ തെളിയിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ല, അത് എല്ലാ കാലത്തും ഒരു ആക്ടർ, അത് ഫീമെയിൽ ഓർ മെയിൽ, അവർ ഒരു സിനിമ ഷോൾഡർ ചെയ്യുന്ന സമയത്താണ് അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക. ഇത് പലപ്പോഴും ഫീമെയിൽ ക്യാരക്ടേഴ്സിന് അങ്ങനെ പറ്റാറില്ല. അത് മാത്രമല്ല, ഈ സിനിമ ആഷിഖിന് വലിയൊരു പരീക്ഷണമായിരുന്നു. കാരണം ഒരു ഫീമെയിലിനെ വെച്ചുകൊണ്ട് ഒരു സിനിമയെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു സാഹസമാണ്. പ്രത്യേകിച്ച് മലയാളി വളരാതെ മെയിൽ ഷോവിനിസ്റ്റിക് ആയി പോയിരിക്കുന്നു സിനിമയിലും എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ വെച്ച്, ഒരു ആക്ട്രസിനെ വെച്ചിട്ടൊരു സിനിമ എങ്ങനെ ഓടിക്കും, കൊമേഴ്ഷ്യൽ സക്സസ്, ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു പക്ഷേ ആഷിഖിനെ അലട്ടിയിട്ടുണ്ടാവും അല്ലേ? അതെ, ഓബ്വിയസ്ലി. പക്ഷെ ഞങ്ങളുടെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എൻ്റെ എക്സൈറ്റ്മെൻ്റ് അതായിരുന്നു. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് വഴിമാറി നടക്കുന്നതിലായിരുന്നു എൻ്റെ അല്ല, ഒരു ഫീമെയിൽ ലീഡ് അവരുടെ ഇതിനകത്ത് ക്ലൈമാക്സിൽ ഒരു സ്ലോ മോഷൻ ഷോട്ട് ഉണ്ട്, അവിടെ ഒരു ഗിറ്റാർ റിഫും ഉണ്ട്. അതാണ് ശരിക്കും ആ സിനിമ. അത് കണ്ട ആൾക്കാർ കൈയടിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു പടം വിജയിക്കുന്നുള്ളത്. ഇതാ പുരസ്കാരത്തിന് റിമ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു അവാർഡാണെന്ന് റിമയുടെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു. കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. മാത്രമല്ല, ചില ആൾക്കാർക്ക് ഒരു പരാതി ഉണ്ടായി, എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കുള്ളൊരു അവാർഡ് കിട്ടിയത്. ആരാ പരാതി പറഞ്ഞത്? ആരാ പറഞ്ഞായിട്ട് അന്ന് ഞാൻ കണ്ട മാധ്യമങ്ങളിൽ വായിച്ചത്? സ്നേഹത്തിൽ പറഞ്ഞാൽ കേട്ടോ, മോശമായിട്ട് പറഞ്ഞാൽ. എനിക്കൊന്ന് കാവ്യാണ് പറഞ്ഞത്, എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കെല്ലാം ഒരു അവാർഡ് കിട്ടിയത്. റിമയ്ക്ക് വലിയ കാലതാമസമില്ലാതെ അഭിനയ രംഗത്ത് വന്ന ശേഷം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭാവുകത്വം ഉള്ള ഒരു കമൻ്റായിരുന്നു. കാരണം വെച്ചാൽ ഇതിനകത്ത് ഞാൻ നെഗറ്റീവ് അല്ല, മറിച്ച് റിമയുടെ ഒരു കഴിവിനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി, അങ്ങനെ ഒരു പ്രോജക്റ്റ് എന്നെ തേടി വന്നു എന്നുള്ളൊരു ഭാഗ്യമുണ്ടായി. അവാർഡും കൂടെ കിട്ടിയപ്പോഴേക്കിനും ആഷിഖിനോടുള്ള പ്രണയം ഇരട്ടിച്ചോ? ഇല്ല, ഐ തിങ്ക് ഇങ്ങനത്തെ ഇതൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് തോന്നുന്നു സ്നേഹത്തിനൊന്നും. റിമ എന്നുള്ള നടിക്ക് വലിയൊരു പൂർണ്ണത നൽകുന്നതിൽ ആ അവാർഡ് വല്ലാതെ വഴിവെച്ചു. അല്ല, സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുന്നത്, അങ്ങനെ ഒരു സിനിമ തന്നെ ഇപ്പോൾ റിമ ചെയ്ത പോലത്തെ ഒരു 22 ഫീമെയിൽ കോട്ടയം പോലത്തെ
ഒരു സിനിമ തന്നെ ഏതൊരു ആക്ട്രസിൻ്റെയും സ്വപ്നമാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനത്തെ ഒരു അത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഉപയോഗിച്ചാണ് ആ സിനിമയിൽ റിമ പെർഫോം ചെയ്തത്. റിമയുടെ ജീവചരിത്രം എഴുതുവാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നൊരു പടം ഒരു പക്ഷേ ഈ പടമായിരിക്കാം. ഇനി പുതിയ നല്ല പടങ്ങൾ വരട്ടെ എന്നുള്ളൊരു ആശംസ ഒപ്പം ഉണ്ട് തന്നെ. പക്ഷേ എങ്കിൽ പോലും ഇതുവരെയുള്ളൊരു കരിയർ എടുത്തു കഴിഞ്ഞാൽ ഇതാ വരുന്നു. ഒരു ബൈറ്റിലേക്ക് ഞാൻ വരാം. ജസ്സി, റിമയുടെ കഥാപാത്രങ്ങളൊക്കെ തന്നെ പുതിയ ഒരു സ്ത്രീ സാന്നിധ്യമായിട്ട് നിലനിൽക്കുന്നതാണ് ഓരോ കഥാപാത്രങ്ങളും. പ്രത്യേകിച്ച് 22 ഫീമെയിൽ കോട്ടയം എന്ന് പറയുന്ന ആഷിഖിൻ്റെ സിനിമയിലൂടെ റിമയ്ക്ക് പുതിയ ഒരു ഇമേജ് തന്നെ ഉണ്ടായി. ബോൾഡായിട്ടുള്ള പെൺകുട്ടിയുടെ ഒരു ഇമേജ്. പിന്നീട് വന്നുള്ള സിനിമകളിലൊക്കെ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ റിമയ്ക്ക് കിട്ടി. ഇനിയും നിങ്ങൾ രണ്ടുപേരും സംവിധായകൻ എന്നുള്ള രീതിയിലും നടി എന്നുള്ള രീതിയിലും നല്ല കപ്പിൾ എന്നുള്ള രീതിയിലും മലയാള സിനിമയ്ക്ക് മാതൃകയായി, മലയാള സമൂഹത്തിന് മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കമൽ സാറിൻ്റെ ആ അനുമോദനത്തിൽ ഞങ്ങളും കൂടി ചേരട്ടെ. ആഷിഖിൻ്റെ ഗുരുവാണ് കമൽ സാർ. ഒരുപക്ഷെ ആഷിഖിൻ്റെ ഗുരു തന്നെ റിമയുടെ ഒരു വലിയൊരു അഭിനയശേഷിയെക്കുറിച്ച് അടിവരയിട്ട് സംസാരിക്കുകയാണ്. മാത്രമല്ല ഇനിയും ഇതുപോലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് റിമ എന്നുള്ള നടി ജന്മം നൽകട്ടെ എന്നാണ് കമൽ സാറ് പറയുന്നത്. കമൽ സാറിൻ്റെ കൂടെ 5 വർഷം എനിക്ക് തോന്നുന്നു എന്താ സ്വപ്നക്കൂടാണ് ആദ്യത്തെ പടം. സ്വപ്നക്കൂടിലാണ് ആദ്യം നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ കമൽ അതിനെക്കുറിച്ച് ഒന്ന് സ്മരിക്കുന്നുണ്ട്. ആഷിഖ് സ്വപ്നക്കൂട് മുതലാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് ആഷിഖ് സംവിധായകനായി. ഇന്ന് മലയാള സിനിമയിൽ ന്യൂ ജനറേഷൻ്റെ ശബ്ദം, വക്താവ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ആഷിഖ് അറിയപ്പെടുന്നത്. ഒരുപാട് പ്രേക്ഷകർ ആഷിഖിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആഷിഖ് എന്ന് പറയുന്ന സംവിധായകൻ, ആഷിഖ് അബു എന്ന് പറയുന്ന യുവ സംവിധായകൻ്റെ ഫാൻസായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. അതിൽ ആഷിഖിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ആഷിഖിൻ്റെ സിനിമകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വൈവിധ്യമാർന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിന് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഓരോ സിനിമയിലും ആഷിഖിൻ്റെ കയ്യൊപ്പ് നമുക്ക് കാണാം. തീർച്ചയായും അതിൽ ഒരുപാട് അഭിമാനമുള്ള ഒരാളാണ് ഞാൻ. ആഷിഖിൻ്റെ വളർച്ച സന്തോഷപൂർവ്വം നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആഷിഖ്, എനിക്ക് തോന്നുന്നു ഈ ഒരു കമൻറ്റ് ഒരുപാട് ചോദ്യങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നുണ്ട്. ന്യൂ ജനറേഷൻ്റെ എന്താണ് പറഞ്ഞത്, ഒരു ഉപജ്ഞാതാവ്, വക്താവ്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതെന്നാണ് ഈ ന്യൂ ജനറേഷൻ. ഒരുപാട് പ്രോത്സാഹനം കിട്ടി, അതോടൊപ്പം തന്നെ ഒരുപാട് വിമർശനം കിട്ടി. ന്യൂ ജനറേഷനെ കുറിച്ച് ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞത് പാൻസിൻ്റെ മുകളിൽ ഷഡ്ഡി ഇടുന്ന പരിപാടിയാണ് ന്യൂ ജനറേഷൻ. ഒരു കമൻറ്റ് വന്നു. വേറൊരു കമൻറ്റ് പറഞ്ഞു തലകുത്ത് നടക്കുക എന്നുള്ളതാണ് ന്യൂ ജനറേഷൻ്റെ പ്രത്യേകത. വേറൊരാൾ പറഞ്ഞു ബീപ്പ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ന്യൂ ജനറേഷൻ്റെ പ്രത്യേകത. ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയുടെ കെട്ടി നിർത്തിയിരുന്ന ആ ഒരു ഭാവത്തെ മുഴുവൻ അഴിച്ചുവിട്ട് പുതിയൊരുപാട് ഭാവുകത്വം കൊണ്ടുവന്നു. അതായത് ഈ പറഞ്ഞ നാലുകെട്ടിൽ കടന്നിരുന്ന മലയാള സിനിമയെ പിടിച്ചിട്ട് മോചിപ്പിച്ച് വള്ളുവനാടിൽ നിന്ന് മോചിപ്പിച്ചെടുത്തു. ഇങ്ങനെ പല സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട്. ആഷിഖിനെ എന്തായാലും കമൽ സാറ് ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു സ്പോക്സ് പേഴ്സണായിട്ട് അവരോധിച്ച സ്ഥിതിക്ക് റിമ ഒരു പ്രതികരണം ആഷിഖിൽ നിന്നില്ലേ തേടട്ടെ സ്വാഭാവികമായിട്ട്. ഓക്കെ, എനിക്ക് തോന്നിയത് ഇതൊരു സൈക്ലിക്കായ ഒരു പ്രതിഭാസമാണ്. അത് എല്ലാ കാലവും സിനിമ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ കാലം ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നു, വേറെ കുറച്ച് കാലത്തിന് ശേഷം പുതിയ ആൾക്കാർ വരും, പുതിയ തരം സിനിമകളുണ്ടാവും. അപ്പോൾ അതിന് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളിട്ട ഒരു പേരാണ് ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. അത് മാറും, ഇനിയും സിനിമ മാറും. ഇപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ഞങ്ങൾ കുറേ സിനിമകൾ ഉണ്ടാക്കിയെടുക്കുന്നു, അത് ഇവിടെ അവസാനിക്കുന്നില്ല. ആഷിഖ് പാടുവോ? കണ്ടോ, പാട്ടൊന്നും കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ പാടില്ല. സീരിയസ് ആയിട്ട് ചോദിച്ചാൽ മുമ്പൊക്കെ ട്രൈ ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഇല്ല. ആരോനോട് പറഞ്ഞ ആഷിഖ് നന്നായിട്ട് പാടുന്നു? ആരാ പറഞ്ഞു? അത് എല്ലാം പറഞ്ഞു വരാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നല്ല പഴയ പാട്ടുകൾ, നാടൻ പാട്ടുകളൊക്കെ പാടാനുള്ള താല്പര്യമുള്ള കോളേജ് പഠിക്കുന്ന സമയത്ത് അതെ ഒരു പാട്ട് പാടണമെന്നല്ല. ഞാൻ മുമ്പ് ഒരു ഫങ്ഷനിൽ വെച്ചിട്ട് എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉള്ള സമയത്ത് ഒരു അവിയൽ പെർഫോം ചെയ്യേണ്ടെന്ന് അവിടെ ചെറിയൊരു ഫങ്ഷൻ. ആ സമയത്ത് ഞാൻ
റിമയ്ക്ക് വേണ്ടി പാട്ട് പാടി. കണ്ടോ എത്ര കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു നോക്ക്. അപ്പോൾ പാട്ട് പാടിയെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും കേട്ടു, ഇവള് മാത്രം കേട്ടില്ല. കേൾക്കേണ്ട ആൾ കേട്ടില്ല. അതപ്പോൾ ഞാൻ പറഞ്ഞില്ല, വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം എന്നോട് ചോദിച്ചു എനിക്ക് വേണ്ടി ഒരു പാട്ട് ഇതുവരെ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു മുമ്പൊരിക്കൽ ഞാൻ ഒരുപാട് ആൾക്കാരുള്ള സമയത്ത് മൈക്ക് വെച്ച് പാടിയായിരുന്നു, കേട്ടില്ല. അയ്യോ അത് ഞാൻ കേട്ടില്ല. പുള്ളിക്കാർ വേറെ എന്തോ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കംപ്ലീറ്റ് റിമയ്ക്ക് വേണ്ടിയാണ് അന്ന് പാട്ട് പാടിയത്. അതിൽ മുഴുകി പാടിയതാണ്. അത് അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പാടിയതാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു സീരിയസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ അത് നോട്ടീസ് ചെയ്യാണ്ട് പോയി. അങ്ങനെ മറക്കില്ല. അല്ല, അത് ഞാൻ പറഞ്ഞു ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അതാ ഞാൻ പറഞ്ഞു മരിക്കുന്നത് വരെ. അപ്പോൾ നമുക്ക് ആഷിക്കിനടുത്ത് ആ ഒരു പാട്ട് നമുക്ക് ഇങ്ങോട്ട് വാങ്ങിയാലോ? ഇത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പാടുന്ന പാട്ടായതുകൊണ്ട് ഇതിന് സീരിയസ് ആയിട്ട് ആരും കാണരുത്. തേരെ മേരെ സപ്നെ अब एक रंग है ओ जहाँ भी ले जाए राहें हम संग है हो तेरे मेरे सपने अब एक रंग है. മതി, കൈയടിക്കാം. താങ്ക് യു. ആഷിക്ക് നന്നായി പാടി. ആഷിക്ക് നന്നായി പാടും. യു ആർ എ സിംഗർ. അങ്ങനെ പറയാതെ സീരിയസ് ആയിട്ട് സിംഗേഴ്സിന് അഭാവന അല്ല. അതല്ല, എനിക്ക് കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ പാടി നോക്കുന്നത് അത്രേ ഉള്ളൂ. ഈ പാട്ടിനോടൊരു പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി റിമ ഒന്ന് മൂളണമെന്നുണ്ടോ? അയ്യോ ശരിക്കും നന്നായി പാടും. റിമ എന്തായാലും നമ്മൾ ഏതായാലും തീരെ പാടില്ല. ഏതായാലും ആഷിക്ക് ഇങ്ങനെ മനസ്സിലടക്കി വെച്ച് അന്ന് പാടി, പിന്നെ ഒന്നുകൂടെ പാടി സ്ഥിതിക്ക്. അല്ല, ഇതിപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ ഞാനിത് പാടാൻ കാരണം അതാണ്. കാരണം ഇനി ഇപ്പൊ പൊതുവേദിയിൽ വെച്ച് പാടുമ്പോഴാണല്ലോ അതിന് കുറച്ചുകൂടെ ഒരു പൊലിമ. മാത്രമല്ല അതിൻ്റെ ഒരു കോണ്ടെസ്റ്റും ഉണ്ടാക്കി കൃത്യമായിട്ട് അത്. അതെ, പണ്ട് മിസ്സായി പോയ കാര്യം നമ്മൾ ഓർമ്മിച്ചു.